പറഞ്ഞില്ലേ മോളുടെ ഡാൻസ് ക്ലാസ്സിന്റെ അപ്പുറത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പ കിട്ടുമെന്ന്. അങ്ങനെ നമ്മൾ ഇന്നും മേടിച്ചു കേട്ടോ കപ്പ 1 കിലോ. ഇതേ കണ്ടോ, നല്ല പച്ച കപ്പയാണ്. അവർ മുറിച്ചിങ്ങനെ കാണിച്ചു തരും നമുക്ക്. കപ്പ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചോറ് എടുക്കുന്നുള്ളൂ, എപ്പോഴത്തെ പോലെ അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ഞാൻ ഉലുവയിലയാ തോരൻ വെച്ചത്. സാധാരണ ഉലുവയില ഇപ്പൊ അങ്ങനെ കിട്ടാറില്ല, വിന്റർ സീസണിലാണല്ലോ കിട്ടുന്നത്. ഇപ്രാവശ്യം കടയിൽ പോയപ്പോൾ എന്തായാലും അവിടെ ഇരുന്നു, അപ്പോൾ തന്നെ ഞാൻ മേടിച്ചു കേട്ടോ. പിന്നെ ദേ നമ്മുടെ കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പൊടിഞ്ഞു കിട്ടുന്ന കപ്പയാണേ. ഞങ്ങൾ ഇതിനെ കപ്പ പുഴുക്കെന്നാ പറയുന്നത് കേട്ടോ. പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ ഇത് കപ്പ കറി വെച്ചാന്നാ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നത്? കപ്പ ഉണ്ടെങ്കിൽ പിന്നെ നല്ല മീൻകറി ഉണ്ടാവുമല്ലോ. മീൻകറി നല്ല ചാറും ഉള്ളതായിരിക്കും കേട്ടോ. അതിനകത്ത് കുഴച്ചിങ്ങനെ കഴിക്കണം, അപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. പിന്നെ പുളിശ്ശേരി, അത് പേരിന് മാത്രം കുറച്ച് മതി കേട്ടോ. എനിക്ക് കപ്പയും മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടേ. കപ്പയും മീൻകറിയോടെ കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങൾക്ക് കപ്പയും ചിക്കനും ആണോ കപ്പയും മീൻകറിയാണോ ഇഷ്ടം? ഏതാന്ന് പറയണേ. അങ്ങനെ ആദ്യം തന്നെ കപ്പയും മീൻകറിയും കൂടെ അങ്ങ് കുഴച്ചെടുത്ത് കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നേ, ഒരു രക്ഷയില്ല. ഇതിനെ എല്ലാം വേറൊരു കോമ്പിനേഷൻ ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ ഉലുവേല തോരൻ, അതാണെങ്കിൽ ഒട്ടും കയ്പില്ലായിരുന്നു കേട്ടോ. ഞാൻ അതിന്റെ ഇല അങ്ങനെ അരിയാറില്ല. നമ്മുടെ മുരിങ്ങയിലൊക്കെ അടത്തിയെടുത്ത് നമ്മൾ തോരൻ വെക്കത്തില്ല, അതേപോലെ കേട്ടോ വെക്കുന്നത്. അപ്പൊ ഒട്ടും കഴിക്കത്തില്ല. നിങ്ങൾ എങ്ങനെയാ വെക്കാറ്?